പണ്ടൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ചെയ്യുമ്പോൾ. ചിലപ്പോൾ എന്താ നടക്കുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ തണ്ണീർമത്തനിലായാലും അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 3-4 ഫിലിംസിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തളരുന്നൊക്കെ ഒരു പെട്ടെന്ന് ഇമോഷണലൊക്കെ ആവുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയി അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഫേസ് ചെയ്യാൻ തുടങ്ങി. കിട്ടി. വന്ന റിവ്യൂസിൽ ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ട് സന്തോഷം തോന്നിയ റിവ്യൂ എനിക്ക് ബേസിക്കലി മെച്ചുവേർഡ് ആയി എന്നൊക്കെ ഉള്ള അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര രസമായിട്ടുണ്ടെന്നൊക്കെ പറയും. അത് അക്സെപ്റ്റ് ചെയ്തത് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നല്ല കളിയൊക്കെ കിട്ടും ചിലപ്പോൾ. പക്ഷെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. റൊമാൻസ് ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് തമ്മിലൊരു ക്ലാഷൊക്കെ ആയി. പിന്നെ പറഞ്ഞ പോലെ ചെയ്ത ക്യാരക്ടറിന് കുറച്ചധികം ട്രോൾസും കാര്യങ്ങളും കരിയറിൽ ഉണ്ടാവേണ്ട ഒരു മൂമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വിജയ് സാറായിട്ട് എനിക്ക് ഉള്ള മൊമെന്റ്സ് ഭയങ്കര എല്ലാം സ്പെഷ്യൽ മൊമെന്റ്സ്. സാർ പക്ഷെ ഓൺ ടൈം 7 മണിക്ക് ലൊക്കേഷനിലുണ്ടാവും. ഭയങ്കര പങ്ക്ച്വലാണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫണ്ണാണ്. ഞാൻ ഈ അടുത്ത് ലിയോന്റെ റീറിലീസിന് പോയായിരുന്നു ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിൽ. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ മറ്റേ ട്രെയിനൊക്കെ പിടിച്ചത് കാണാൻ വേണ്ടി രാവിലെ 7 മണിക്കായിരുന്നു ഷോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാൻ ഷോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പോയി ഫസ്റ്റ് കണ്ട കളി എന്ന് പറയുന്നത് മലപ്പുറം കാലിക്കട്ട് കളിയാണ്. മഴ പെയ്ത സമയത്ത് എൽ ക്ലാസിക്കോ ഓഫ് ഇതാണ് കോഴിക്കോടും മലപ്പുറവും. അമ്മാതിരി എനർജി. അത് 3-3 അവസാനിച്ച കളി. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് വരെ പ്രേമലു 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ലാർജർ ഫിലിമാണ്. സൈഡ് ഇന്ത്യയിൽ ഒക്കെ ഉള്ള ഒരു കുറച്ചും കൂടെ വലിയ സിനിമയാണ്. ബിഗ്ഗർ കാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ അതിൻ്റെതായ ഒരു ടൈം എടുക്കും. കുമ്പളങ്ങി കഴിഞ്ഞിട്ട് തണ്ണീർമത്തം വന്നേ. തണ്ണീർമത്തനും കൂടെ വന്ന് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു പ്രോപ്പർ കുറേ കൂടെ സിനിമകൾ വരാൻ തുടങ്ങിയതും ഇതല്ലെങ്കിൽ എനിക്കൊരു കരിയർ ആവുന്നത് തണ്ണീർമത്തനായി. ഓക്കെ, മലയാളത്തിന്റെ ടീനേജ് സ്റ്റാർസിൽ ഒരാളാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. മാത്യു, വെൽക്കം ടു സ്റ്റാർ. താങ്ക് യു സോ മച്ച്. എങ്ങനെ പോണു? അടിപൊളിയായിട്ട് തോന്നുന്നു. നൈറ്റ് റൈഡേഴ്സ് ഹാപ്പിയാണ്. യെസ് 20ാമത്തെ പടം അല്ലേ? 22 എനിക്കൊന്ന് ഇറങ്ങി വെച്ച് നോക്കി 20 ആയിരിക്കും. 2 സിനിമ കൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇറങ്ങാനുണ്ട്. 20 പടം കഴിഞ്ഞു. 22ാം വയസ്സിൽ 20 പടം കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? ഈ കണക്ക് കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? പേടി തോന്നുന്നു ചെറുതായിട്ട്. അല്ല, ഹാപ്പിയാണ്, ഭയങ്കര അധികം ഹാപ്പിയാണ്. ആ പേടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഹാപ്പിയിലേക്ക് എന്താണ് പേടി? എന്താന്ന് വെച്ചാ അങ്ങനെയല്ല, ഒരു അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു പ്രഷർ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഇതേ നമ്മള് അയ്യോ എന്നുള്ള നമ്മളിത് നോക്കാറില്ല. നമുക്ക് വന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു പോവുക, അതിന്റെ ഒരു പരിപാടി പിടിച്ചു പോവുക എന്നുള്ളതാ. പക്ഷെ പെട്ടെന്ന് ഈ നമ്പേഴ്സ് കേൾക്കുമ്പോ എപ്പോഴും പേടിയാ. ജനറലി എനിക്ക് നമ്പേഴ്സിന് പേടിയാ. അമ്മ മാത്സ് ടീച്ചർ ആയോണ്ടോ അറിയില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. മാത്സിൽ ഉഷാറാണോ? ഉഷാറാവേണ്ടി വന്നു ടീച്ചറായോണ്ട്. അതെ, അമ്മ നമ്മുടെ സ്കൂളിലല്ല പഠിച്ചത്, വേറെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അമ്മ സ്കൂളിൽ വരുമ്പോഴും ടീച്ചർമാര് ഭയങ്കര ഇതാവും. അമ്മ മാത്സ് ടീച്ചറാണെന്ന് അറിയുമ്പോ ടീച്ചർമാരും എക്സ്ട്രാ എന്റെ അടുത്ത് എക്സ്ട്രാ കെയർ ഉഷാറാവേണ്ട വന്നു. 16ാം വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? 16ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 22ാം വയസ്സിൽ എത്തിയിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ഇത്രയും കാലം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറി എന്ന് പറയാം. ഓക്കെ, ലൈഫിൽ എന്തൊക്കെ മാറി? ലൈഫിൽ കുറെ അധികം കാര്യങ്ങൾ മാറി. ഈ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ വളരെ കുറവായിരുന്നു. കുട്ടിയായിരുന്നു ഞാൻ. ഈ പറഞ്ഞ പോലെ സ്കൂൾ ഫ്രണ്ട്സും അല്ല, നമുക്ക് അത് മാത്രമേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയത്തുള്ളൂ. അല്ലാണ്ട് ഒരു പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ ബേസിക്കലി വേണമെങ്കിൽ ഒരു ബ്രോയിലർ കോഴി എന്നൊക്കെ വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം. ഒന്നും അറിയില്ല. അങ്ങനെ നമുക്കുള്ള ചെറിയ ചുറ്റുവട്ടമൊക്കെ ആയിരുന്നു. 10 കഴിഞ്ഞ് നിൽക്കുന്ന സമയം. പക്ഷെ അത് മാറി ഓരോ കാര്യങ്ങളും ആൾക്കാരായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോഴായാലും അതും എന്നെക്കാളും പ്രായമൂത്തവരായിട്ടാണ് ഇടപെടുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി എന്ന് പറയണോ എനിക്കറിയില്ല. പക്ഷെ കുറച്ചും കൂടെ കാഴ്ചപ്പാട് കുറച്ചും കൂടെ കൂടി. അപ്പൊ അത് ഭയങ്കര ഒരു മാറ്റമായിട്ട് തോന്നി ലൈഫിൽ എനിക്ക്. ആസ് എ സിനിമാക്കാരൻ അന്ന് 16 വയസ്സിൽ വന്ന മാത്യു ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു POV എന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ലായിരുന്നു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതിന്ന് മാറി കുറേ അധികം സിനിമകൾ കാണാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ അതിനു മുമ്പ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെ സിനിമയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓണത്തിനൊരു ഞങ്ങളെല്ലാവരും കൂടെ പോകും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു സിനിമ കാണുന്ന ഫാമിലി ആയിരുന്നു. വളരെ കുറവാണ്. ടി വിയിൽ വരുമ്പോൾ പിന്നെ ടി വിയിൽ വരുമ്പോൾ ഞാൻ ഇരുന്ന് കാണുന്നതല്ലാണ്ട് നമുക്ക് തിയേറ്റർ സിനിമ എന്നുള്ളതില്ല.
അത് മാറി ഇപ്പൊ 24/7 എന്നുള്ള സിനിമ ചിന്തയും സിനിമയാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളൊരു തീട്ട് വന്നു. പഠിക്കാൻ വേണ്ടി നമ്മൾ അതെ പഠിക്കാൻ വേണ്ടിയും പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ വാവ് ഭയങ്കര അതിൻ്റെ ഒരു മാജിക്കും ഫിലിം മേക്കിങ്ങിന്റെ മാജിക്കും അതിനുപരി സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു മാജിക് ഇപ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് സെറ്റായി കിട്ടിയത്. അപ്പൊ ഭയങ്കര ഒരു സിനിമാരാധകൻ ആയി മാറി. ആസ് എൻ ആക്ടർ 16 വയസ്സിൽ വന്ന മാത്യു ഇപ്പത്തെ മാത്യു തമ്മിൽ എന്തൊക്കെ മാറി? പണ്ടൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ചെയ്യുമ്പോൾ. കൺഫ്യൂസ്ഡ് എന്നല്ല, ചിലപ്പോൾ എന്താ നടക്കുന്നതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ തണ്ണീർമത്തനിലായാലും അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 3-4 ഫിലിംസിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അറിയാം, ഇപ്പൊ കുമ്പളങ്ങിയിൽ എനിക്കതുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അവരെ ഫുള്ളി എനിക്ക് അവർക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെ ആ ഒരു ഒഴുക്കി പോയി. ബാക്കി മുതൽ ഇപ്പോൾ കുറച്ചും കൂടെ ഞാനും എഫേർട്ട് ഇട്ട് തുടങ്ങണമല്ലോ. അപ്പം അതൊരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് അതൊന്ന് ക്ലിയറായി വരണ്ട്. പക്ഷെ ക്ലിയറായി വന്ന് ഓക്കെ ഒരു ഹാങ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സെറ്റ് ബാക്ക് വന്നു. അപ്പൊ പിന്നെ അതിൽ നിന്ന് പഠിച്ചു. അല്ല ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് ഒരു പെർഫോമൻസ് അത്ര സെറ്റായിട്ട് ആൾക്കാർക്ക് കിട്ടിയില്ല. അപ്പം അത് ഞാൻ നോക്കി എന്താണ് അതിൻ്റെ ഒരു അനലൈസിങ് പരിപാടി ഞാൻ പിടിച്ചു. അല്ല ഡെഫിനറ്റ്ലി ഞാൻ കമൻസ് പരിപാടികളൊക്കെ നോക്കും. പക്ഷെ അതല്ലാണ്ട് ഞാൻ മെയിൻലി ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് വളരെ അടുത്തുള്ളവർ. എന്നെ നല്ലത് പറഞ്ഞ് എന്നെ ഹാപ്പി ആക്കേണ്ട കാര്യം അവർക്കില്ല. എന്ത് അവസരം കിട്ടിയാലും കളിയാക്കാൻ നോക്കിയിരിക്കുന്ന ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സ്. നമ്മൾ അറിയുന്നവരാണ്? അല്ല എൻ്റെ ക്ലോസ്. പിന്നെ ഉള്ളത് ചമൻ, നമ്മുടെ എഡിറ്റർ ചമൻ. സിനിമയിലുള്ളവരാണെങ്കിൽ ചമനുണ്ട്, തോമസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ തന്നെ ഫ്രണ്ടാ തോമസ് ഏട്ടൻ, ചമൻ, രണ്ടുപേരും എഡിറ്റേഴ്സാണ്. സംഗീതേട്ടൻ സാർ, ഇ ഡി അരുൺ ചേട്ടൻ. അപ്പൊ ഇവരൊക്കെ സിനിമയിലുള്ള ഫ്രണ്ട്സ് ഇവരും ഉണ്ട്. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഒരു 6 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും എന്തെങ്കിലും അവസരം കിട്ടിയാൽ കളിയാക്കാൻ നോക്കിയിരിക്കുന്നു. കൃത്യമായിട്ട് പറയും. അതെന്തുണ്ടായാലും കളിയാക്കി ആയാലും എല്ലായാലും അവർ കറക്റ്റായിട്ട് പറയും. അപ്പോൾ അതാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർ ഭയങ്കര ഹോണസ്റ്റായിട്ട് പറയണ്ടത് ഇതായിരിക്കാം ചിലപ്പോൾ ഇത് നീ സെറ്റ് ആവാത്ത, അല്ലെങ്കിൽ നീ ഇത് ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട. അവർക്ക് സിനിമയൊന്നും അറിയില്ല. അവർ ജനറലായിട്ട് അവർക്ക് എന്താണ് തോന്നണതെന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് മനസ്സിലാക്കാൻ തോന്നും. പിന്നെ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ നമ്മളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം. അപ്പം അവർ ഒരു സാധനം മോശമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം. എന്നാൽ പിന്നെ ഇങ്ങനെ ഇതായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പോവും. അപ്പോൾ അങ്ങനെ ഒരു അനലൈസേഷൻ നടത്താറുണ്ട്. അത് നല്ലതാണല്ലേ? യെസ് ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നൊരു മമ്മൂക്ക വരെ പറയാണ് പിന്നെ വരച്ച പിന്നെ മിനുങ്ങും എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര കാലം ചെയ്താലും ഇത് പഠിച്ച് തീരാൻ പറ്റാത്തൊരു ക്രാഫ്റ്റാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് എക്സൈറ്റിംഗ് ആട്ടോ. നമ്മളെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്താ ഒരു സുഖം. എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരു ആവേശം നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ കമന്റ് വായിക്കുന്ന ചിലർ പറയും കമന്റ് വായിക്കരുത് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ടു ബി ഹോണസ്റ്റ് വായിക്കാണ്ടിരിക്കുന്നതാണ് മെന്റൽ ഹെൽത്തിന് നല്ലത്. പക്ഷെ അല്ല, അങ്ങനെയല്ല, ചിലത് ജെന്യൂൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ചിലവര് നമ്മളെ കുറ്റപ്പെടുത്തൽ നിന്നും കളിയാക്കൽ എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നില്ല. അവർ ആ കമന്റ് ഇടാൻ കാരണം ചിലപ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ മെൻഷൻ ചെയ്തു പോകുന്നതാവാം. ഇത് അറിയില്ല പ്രോപ്പറായിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കമൻറ്റ് വായിക്കുമ്പോൾ ഏതാണ് ജെന്യുവിൻ, എന്താണ് ചുമ്മാ ഇട്ടേക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. ഈ ചുമ്മാ ഇട്ടേക്കുന്നതൊക്കെ നമ്മളിതാന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹെർട്ടാവുന്നത്. ജെന്യുവിൻ ഏതാന്നൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാണ്ട് അതിനെ ടാക്കിൾ ചെയ്യാം. പക്ഷെ എനിക്കും അതറിയത്തില്ല. അതുകൊണ്ട് ഞാനും വായിക്കുമ്പോൾ എല്ലാം കിട്ടും. അതേ ഉള്ളൂ. എഡിറ്റർ നൗഫൽ ഡയറക്ട് ചെയ്ത പടമാണ്. അപ്പോൾ ഒരു എഡിറ്റർ ഡയറക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകതകൾ എന്താ? നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാം ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ. കാരണം ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സ് എഡിറ്റേഴ്സ് ആയതിൻ്റെ ഗുണം ഞാൻ ഇവർ വർക്ക് ചെയ്യുന്ന ക്ലോസ്ലി കണ്ടിട്ടുണ്ട്. എഡിറ്റിംഗ് സൂട്ടിലൊക്കെ പോയിരുന്നു. ഞാൻ ചുമ്മാ ഇരിക്കും ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ. അപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോൾ ഒരു സീനിൽ നമ്മൾ ഒരാളുടെ അടുത്ത്, ഞാനിപ്പോൾ റാഫിൻ്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞു, റാഫി എൻ്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയെന്ന് വയ്ക്കാം. ചിലപ്പോൾ ഇവരത് ഞാൻ 2 ഡയലോഗ് പറഞ്ഞിട്ടായിരിക്കും റാഫിയുടെ ഡയലോഗ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റാഫിയുടെ 2 ഡയലോഗ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്ത ഓർഡറിൽ
വന്നംന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അത് പുതിയൊരു സീനായി മാറി. നമ്മൾ ചെയ്തതിൽ നിന്നും പുതിയൊരു സീനായിട്ട് വേറൊരു പെർസ്പെക്റ്റീവ് ഒക്കെ ആവും. അപ്പൊ അങ്ങനത്തെ മാജിക് നടക്കുന്ന ഒരു സ്ഥലമാണ് എഡിറ്റിംഗ് ടേബിൾ. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു ഓർഡർ ഉണ്ടാവും സീനിന്, അത് മാറും. പിന്നെ എന്താ നമ്മൾ എന്താണോ ചെയ്ത് ചിലപ്പോൾ അതേ ആയിരിക്കില്ല, അവർക്ക് ആ ഫുൾ കൺവേർട്ട് ചെയ്തൊരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് എഡിറ്റിംഗ് സൂട്ട് നിമിഷം. അപ്പം അങ്ങനെ അത്രയും വിഷനുള്ള ആൾക്കാർ എഡിറ്റേഴ്സ്. അപ്പോൾ അവർ എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ അവർക്ക് എന്താ വേണ്ടേ, അവരുടെ വിഷ്വൽ ആ ഫിലിം മേക്കിംഗ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എനിക്ക് മേജറായിട്ട് തോന്നിയ ഒരു ഇത് അതായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ പെർഫോമൻസ് പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ ഒരു സീൻ ഉണ്ട്, അതിൽ ഒരു ട്രാൻസിഷൻ സീൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ ആ ട്രോമ ഓവർകം ചെയ്യണ ഒരു സീനാണ്. അപ്പോൾ അതിൽ ഇവൻ ഇത്രയും ആ സിനിമ തുടങ്ങിയ അല്ലെങ്കിൽ ഇവൻ്റെ ട്രോമ മുതൽ ആ നിൽക്കുന്ന പോയിന്റ് വരെ എന്ന് വെച്ചാൽ പ്രീ ക്ലൈമാക്സ് അത്രയും നേരത്തെ ഫുൾ സംഭവം ഇവൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇവൻ എന്നാൽ ലെറ്റ് മീ ഫേസ് മൈ ഫിയർ എന്നുള്ള രീതിയിൽ ഇത് പിടിക്കണം. അപ്പോൾ അതെല്ലാം ഓവർകം അങ്ങനെ റിക്കളക്ട് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ അതെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ നൗഫലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറയും, ആ സീൻ നമുക്ക് അടിപൊളിയായിട്ട് പിടിക്കുക, ഇങ്ങനെ പിടിക്കാൻ. ഓരോ ദിവസം പറയും എൻ്റെ ഇതെങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളൊരു പേടിയിലായിരുന്നു ഞാൻ. ഐഡിയ ഉണ്ട്, പക്ഷെ എന്നാലും അത് എത്തിക്കാൻ കറക്റ്റ് സാധനത്തിൽ കൊണ്ടുവരാൻ നല്ല പേടി. പക്ഷെ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ നൗഫലിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നൗഫലിക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നു. അതെനിക്ക് തോന്നുന്നു ഒരു എഡിറ്റർ ആയതുകൊണ്ടായിരിക്കും ആ ബ്രേക്ക് ഡൗൺ നടന്നത്. ഇത്രയും ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒരു സ്ട്രെച്ച് ഓഫ് ഇമോഷൻസിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത പീസ് എടുത്തു, പിന്നെ അങ്ങനെ പീസ് എടുത്തു. അത് തന്നെ ഒറ്റ ഇത് ഫുൾ പോയി കൺഫ്യൂഷൻ ആവുന്നേക്കാളും തന്നെ ഒരു ഫ്ലോ ആയിട്ട് എനിക്കും അപ്പോൾ ഇത്രയും ചെയ്ത് സെറ്റ് ആയപ്പോഴത്തേക്ക് അതിട്ട് കയറാൻ ഈസി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ. എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കത് ആദ്യമായിട്ട് കിട്ടിയത് നൗഫലിക്കാണ് അടുത്ത. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇപ്പം എന്താ വെച്ചാൽ നമ്മളത് ഫുള്ള് ചെയ്ത് തീർക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഫുൾ ചെയ്യുമ്പോഴായിരിക്കും റീടേക്ക് ചെയ്തായിരിക്കണം അത് ബെറ്റർ ആക്കണ്ടേ. ഇത് അത്രയ്ക്കൊരു സ്ട്രെസ് ഇട്ടൊന്നും പോകാണ്ട് ഭയങ്കര ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ടത് തീർന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത് ഒരു നൗഫലിക്കയുടെ ഒരു എഡിറ്റർ എന്നുള്ള ഒരു ക്വാളിറ്റി കിട്ടിയതാണ്. അതെ അതെ അതെ. അപ്പൊ അത് കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിലേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് നൈറ്റ് റൈഡേഴ്സിൽ ഇതില് ഒരു പേടിയാണ്, ഫിയറിനെ ഓവർകം ചെയ്യാണ്. മാത്യുവിന്റെ ഫിയർ എന്താന്ന് വെച്ചാൽ എനിക്ക് ഫിയർ എന്ന് പറഞ്ഞാൽ ജനറൽ ഫിയറുകളാണ്. ഈ പറഞ്ഞ പോലെ ഹൈറ്റ് കുറച്ച് പേടിയാ, വെള്ളം പേടിയാ എനിക്ക്. പ്രേതപ്പേടിയുണ്ട് ചെറുതായിട്ട്. അങ്ങനത്തെ പേടികളുണ്ട്. അതൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഇല്ല. എന്താ പറയാ, പെട്ടെന്ന് തളരുന്നൊക്കെ ഒരു പെട്ടെന്ന് ഇമോഷണലൊക്കെ ആവുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കംഫേർട്ട് വന്നാൽ ഞാൻ പെട്ടെന്ന് പിൻവലിയും. അപ്പം അതൊക്കെ മാറി. അതൊക്കെ ഫേസ് ചെയ്ത, നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അതൊന്ന് ഫേസ് ചെയ്ത, ആ ഫേസ് ചെയ്യുന്നൊരു ചെറിയ സമയത്തുള്ള ഒരു വളരെ ചെറിയൊരു ഡിസ്കംഫേർട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു സംഭവം മനസ്സിലായി. എനിക്കൊന്ന് ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മനസ്സിലായത്. പക്ഷെ ഈ പടം ചെയ്തതിൻ്റെ ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഭയങ്കര ഒരു അങ്ങനെ ചേഞ്ച് ഉണ്ടായി. യെസ് യെസ്. അപ്പം റിവ്യൂ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ്, കമന്റ്സ് നോക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നൈറ്റ് റൈഡേഴ്സിന്റെ വന്ന റിവ്യൂസിൽ ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ട് സന്തോഷം തോന്നിയ റിവ്യൂ എന്താ? കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുക, റിവ്യൂ എനിക്ക് ബേസിക്കലി മെച്ചുവേർഡ് ആയി എന്നൊക്കെ ഉള്ള അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര രസമായിട്ടുണ്ടെന്നൊക്കെ പറയും. അത് അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, നല്ല കളിയൊക്കെ കിട്ടും ചിലപ്പോൾ. പക്ഷെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്കറിയാം ഞാൻ ചെയ്തത് പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും ഒരു പേടി കാണുമല്ലോ, നമ്മളൊരു പുതിയ കാര്യം ട്രൈ ചെയ്യുന്നതിൻ്റെ പേടിയാണ്. ആദ്യത്തെ ആക്ഷൻ. യെസ്. അതെ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നത്, ഒരു മെസ്സേജ് വന്നു. ഇങ്ങനെ ഒരു അമ്മ എനിക്ക് അയച്ച മെസ്സേജാണ്. മോന് ഭയങ്കര ഇരുട്ട് പേടിയായിരുന്നു. അപ്പോൾ സിനിമ കണ്ട് എൻ്റെ ആയപ്പോഴത്തേക്ക് മോൻ്റെ പേടി. ബേസിക്കലി ഞങ്ങൾ ഈ സിനിമ കൊണ്ട് അപ്പാർട്ട് ഫ്രം എൻ എന്റർടൈനർ, ഹൊറർ, ഹ്യൂമർ, കോമഡി എല്ലാം ഈ സിനിമയുടെ വിഷയം പോകുന്നത് ഓവർകം യുവർ ഫിയേഴ്സ് എന്നാണ്. മാത്യു പറഞ്ഞിട്ടുണ്ട്, മാത്യുവിന് 16 വയസ്സിൽ സിനിമയിൽ വന്നുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ നമ്മള് അത് പഠിക്കുമല്ലോ ഭയങ്കര ഡീപ്പായിട്ട്. നമ്മൾ ഓവർ ദ പീരിയഡ്, കാരണം നമ്മൾ ടീനേജ് അതിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ എനിക്ക് സിനിമ മാത്രമേ അറിയൂന്ന്. എത്രത്തോളം സിനിമ അറിയാം? നേരത്തെ ഈ പറഞ്ഞ പോലെ
ഓരോ ഇത് പഠിക്കുന്തോറും അത് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നത്. അപ്പം അതിന് ലെയേഴ്സ് കൂടുകയാണ്. അപ്പം അതൊരു നെവർ എൻഡിങ് സ്റ്റഡിയാണ്. പിന്നെ അൺലേണിങ്ങും ഉണ്ട് കുറേയൊക്കെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പുതിയ സാധനം പഠിച്ചു പോകുന്നതിനേക്കാളും അത് നമുക്ക് പഠിച്ച് അങ്ങ് പോയാൽ മതി. കാരണം ചില സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു സാധനം നമ്മൾ പഠിച്ചു വെച്ചത് ഇതല്ല ശരി, വേറെ ശരി എന്ന് പറഞ്ഞാൽ അപ്പൊ പഠിച്ചത് മറന്ന് അതിട്ട് മൂവ് ഓൺ ചെയ്യണം നമ്മൾ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന സാധനം അതല്ല ശരി, മറ്റേതാണ് ശരി എന്ന് പറഞ്ഞ് പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് ഇതാണ്. പക്ഷെ അങ്ങനത്തെ ഇൻസ്റ്റൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആസ് എൻ ആക്ടർ, അല്ലെങ്കിൽ ജനറലി ഫിലിം ഓൾസോ. കുമ്പളയുടെ സമയത്ത് ദിലീഷേട്ടൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഇതാണ് ആക്ടിങ് എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ഒരു 16 വയസ്സായിരുന്നു. അപ്പൊ എന്താണ് ആക്ടിങ് ഇപ്പം ചോദിച്ച മാത്യു എന്ത് പറയും? ഇപ്പൊ ചോദിച്ചാൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ഒരു ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ, നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ക്യാരക്ടറിന്റെ ഒരു കുറച്ച് സെറ്റ് ഓഫ് ട്രേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ക്യാരക്ടർ ആ സിറ്റുവേഷൻ എങ്ങനെ റിയാക്ട് ചെയ്യും. വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പക്ഷെ സിമ്പിൾ അല്ല, അതാണ് അതിന്റെ കോമഡി. ഭയങ്കര സിമ്പിൾ അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് എങ്ങനെ സൈലൻസിൽ എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലാണ്ട് പറ്റില്ല. പക്ഷെ മോസ്റ്റ്ലി സൈലൻസുകളിലൊക്കെ നമുക്ക് എങ്ങനെ സട്ടിലായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മുടെ ഒരു ഇമോഷൻ നമ്മൾ വേറൊരാൾക്ക് കൺവേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതാണ് അന്ന് ദിലീഷേട്ടൻ പറഞ്ഞു എന്താ? ദിലീഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ സിമ്പിളാണ്. അന്ന് നടന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ അന്ന് ദിലീഷേട്ടൻ വന്നു. അപ്പൊ ബേസിക്കലി ഒരു എന്താ പറയാ, ഒരു ഹാഫ് ഡേ ഒരു സെഷൻ ദിലീഷേട്ടനായിട്ട്, ഒരു 1-to-1 സെഷൻ. അപ്പൊ ദിലീഷേട്ടൻ എൻ്റെ അടുത്ത് ഒരു സീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എടാ, നീ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാർ അവിടെ ഇരിക്കുക, കളിക്കാൻ വേണ്ടി നീ പോയേക്കുന്നത്. അപ്പൊ കൂട്ടുകാർ ഗ്രൗണ്ടിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് പുള്ളി വന്ന് അലമ്പാക്കി ബോൾ എടുത്തോണ്ട് പോയി. അപ്പൊ കളി നടക്കുന്നില്ല. അപ്പൊ നീ എന്താന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം, അയാൾ ആരാ. അപ്പൊ ബേസിക്കലി കുംബ്ലിങ്ങിലുള്ള സീനിന്റെ വേറൊരു വേർഷൻ അതല്ല, പക്ഷെ വേറൊരു വേർഷൻ. അഭിനയിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഞാനപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിലൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒരു മേജർ സാധനമായിട്ടൊന്നും ചെയ്തിട്ടില്ല അന്ന്. പക്ഷെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ മധുവേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, ശ്യാമേട്ടനുണ്ട്, ദിലീഷേട്ടനുണ്ട്, ADs എല്ലാവരും ഉണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ഞാനപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ബേസിക്കലി അപ്പോൾ ഓക്കെ നമ്മൾ അവിടെ വന്നിട്ട് എന്താ കളിക്കാത്ത, എന്താ പരിപാടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ദിലീഷേട്ടൻ പറഞ്ഞാടാ, നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ ഭയങ്കര നീ ഫുള്ള് ഇങ്ങനെ സംസാരിച്ചോണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് ചെയ്യുന്നു ഭയങ്കര എൻഗേജ്. നീ അതൊക്കെ ഒന്ന് മാറ്റി നീ ഇടയ്ക്കൊന്ന് ചിന്തിക്ക്. അല്ലെങ്കിൽ നീ ഒരു സാധനം ഓക്കെ, നീ ഇവിടെ വന്ന് നോക്കുമ്പോൾ നീ ആദ്യമേ ഇത് ചെയ്യാണ്ട് അവരെ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നീ നോക്ക്, ചുറ്റും നോക്കുമ്പോൾ ഇവർ കളിക്കുന്നില്ല. അപ്പം നിനക്കത് മനസ്സിലായി. അപ്പം നീ എന്നെ ആദ്യം നീ എന്താണെന്ന് ആലോചിച്ചു, എന്തായിരിക്കും എന്നൊക്കെ. എന്നിട്ട് നീ ചോദിക്കും. അപ്പം ഈ ആലോചനകളുണ്ട് എല്ലാത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം അതിന് സമയം കൊടുക്കുക. ആ ആലോചന നമ്മൾ മനസ്സിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും കളിക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മുഖം ഓട്ടോമാറ്റിക്കലി ആ റിയാക്ഷൻ വരും. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് മുഖത്ത് വരും. അപ്പം അങ്ങനെ ഭയങ്കര സമയമെടുത്ത് അത് ഫീൽ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് വാവ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ തുടങ്ങി. മറ്റേതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു റഷായിരുന്നു. ഇത് ചെയ്യണം എന്നൊക്കെയുള്ള. അതിൽ നിന്നൊക്കെ മാറി ഞാൻ ഭയങ്കര കാമായി, ഭയങ്കര അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ഭയങ്കര ആക്ടിംഗ് ആണ് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും, ഇവരിന്ന് എന്താ പഠിച്ചെന്ന് പറയാം. ഓക്കെ, ധനുഷിന്ന് തുടങ്ങാം. ധനുഷിന്ന് എന്താ ഭയങ്കര പ്രൊഫഷണലാണ്. ഭയങ്കര പ്രൊഫഷണലാണ്. പിന്നെ എന്താ ഹാർഡ് വർക്കിംഗ്, എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ്. ഒരു സിംഗിൾ മിനിറ്റ് പോലും കളയില്ല. ഞാൻ നീക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ നീക്കിൻ്റെ കഥ പറയാൻ വിളിക്കുമ്പോൾ പുള്ളി ഓൾറെഡി റയൻ ഡയറക്റ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ നീക്കിൻ്റെ ഷൂട്ടിങ് അവിടെ തുടങ്ങിയപ്പോൾ റയൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിങ് തീർത്തിട്ട് പുള്ളിയും പോയി എഡിറ്റിലിരിക്കണം, മ്യൂസിക്കിലിരിക്കണം, അത് നടക്കുക. നീക്ക് തീർന്നതിൻ്റെ ഇടയ്ക്ക് നീക്ക് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് പുള്ളി കുബേറ എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിക്കാൻ പോയി. റയൻ്റെ പ്രൊമോഷന് പോയി, ക്യാപ്റ്റൻ മില്ലറിൻ്റെ പ്രൊമോഷന് പോയി. പിന്നെ കുബേറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീക്ക് തീരാറാകുമ്പോഴത്തേക്കും പുള്ളി അടുത്ത പടം ഡയറക്ഷൻ ഇഡ്ലിക്കട തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുബേറയുടെ പ്രൊമോഷൻ, ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ, ഇഡ്ലിക്കട.
അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. എനിക്ക് തെരീഷ്കുമേക്ക് പോയി കുറച്ചിട്ട് പോയി. അപ്പൊ ഇത്രയും സാധനങ്ങൾ പുള്ളി അറ്റ് ദ സെയിം ടൈം ആണ് റൺ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ ഒരു ദിവസം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ 4 മണിക്കൂർ? അല്ല, പുള്ളി പറഞ്ഞു ഐ എം യൂസ് ടു ദാറ്റ് എന്നാണ്. എനിക്ക് ആ 4 hours ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടി, ഐ എം പ്രോപ്പർ. പിന്നെ ബാക്കി ഫുൾ ഡേ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴായാലും വെരി ഫാസ്റ്റാണ്. അപ്പം നമുക്കും അത്ര സമയം കിട്ടില്ല. ഞാൻ ലിയോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വെച്ചാൽ മലയാള സിനിമയെക്കാളും നമുക്ക് കുറച്ചും കൂടെ ഒരു ലാവിഷ് ഓഫ് ടൈം ഉണ്ടാവും. നമുക്ക് സമയം എടുത്താണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മലയാള സിനിമയിലേക്കാളും സ്പീഡിലാണ് സാർ ഷൂട്ട് ചെയ്തത്. ഭയങ്കര സ്പീഡായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ദിവസം ജനറലി രാവിലെ ഒരു സീൻ അല്ലെങ്കിൽ രാവിലെ എങ്കിലും ഒരു സീൻ കിട്ടുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞു പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തിയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പുതിയൊരു സീൻ എഴുതി തന്ന് വാച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ മറ്റേ അതൊരു ഫുൾ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പെർഫോമറാണ്, ആർട്ടിസ്റ്റാണ്, ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓഫ് 25 years or something. അപ്പോൾ അതുകൊണ്ട് പുള്ളി നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി തരും എങ്ങനെയെങ്കിലും. അത് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിക്കും മാത്യുവിനൊക്കെ സിമിലാരിറ്റി ഉള്ളത് ചെറുപ്പത്തിലെ സിനിമയിൽ വന്ന ആൾക്കാരാണ്. ഇത് വിജയ് ആയിട്ടാണോ ധനുഷ് ആയിട്ടാണോ കൂടുതലും കമ്പനി ആയത്? എനിക്ക് തോന്നുന്നു കമ്പനി നോക്കണത് ധനുഷ് ആയിട്ടായിരിക്കും. കാരണം ഡയറക്ടറും കൂടെ ആണല്ലോ. അപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ ഒരു സിങ്ക് വേണം. വിജയ് സാറായിട്ട് എനിക്ക് ഉള്ള മൊമെന്റ്സ് ഭയങ്കര എല്ലാം സ്പെഷ്യൽ മൊമെന്റ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. വിജയ് സാറായിട്ട് ഭയങ്കര പങ്ക്ച്വൽ. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ഷൂട്ട് തുടങ്ങുന്നത് എങ്ങനെ പോയാലും 10 മണിയാവും ഫസ്റ്റ് ഷോട്ട് എടുക്കാം. സാർ പക്ഷേ ഓൺ ടൈം 7 മണിക്ക് ലൊക്കേഷനിലുണ്ടാവും. എല്ലാം സെറ്റായിട്ടിരിക്കും. ഷൂട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ പുള്ളി ഭയങ്കര അവിടെ ഭയങ്കര പങ്ക്ച്വലാണ്. ഇല്ലെങ്കിലും പുള്ളി ചുമ്മാ അതിൽ കൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും. ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ് ഓൾ സെൻസസ്. പിന്നെ ഭയങ്കര അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫണ്ണാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായി പോയി സംസാരിച്ച് നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ ഞാൻ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ പേടിച്ചിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം, എന്താ ഇതെങ്ങനെയാ, അതെങ്ങനെയാ, ഇതെന്താ പരിപാടി, പടം ഇറങ്ങുന്നുണ്ടല്ലോ, അതിപ്പോൾ പോയി ഷൂട്ട് ചെയ്തു, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാ. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റി ഇറങ്ങിയായിരുന്നു, പിന്നെ നെയ്മറും ഇറങ്ങിയായിരുന്നു. അപ്പോൾ ക്രിസ്റ്റി ഓൾറെഡി സാറിനെ അറിയാം, മാളവികയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ 1 ലൈനൊക്കെ അറിയാം. അപ്പോൾ അടിപൊളി, ലുക്കിംഗ് ഫോർവേഡ് ടു. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചോദിച്ചു. നെയ്മർ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ, അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോൾ പോയി ഷൂട്ട് ചെയ്തു, ഇത്ര കാലം നമ്മുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ കുറേ ചിരിച്ചു ആക്ച്വലി. അപ്പോൾ പിന്നെ സാറ് ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി പ്ലേ ബാക്ക് നോക്കിയിട്ട് എന്നെ നോക്കി, ലൊക്കേഷനെ നോക്കി, പിന്നെ എന്നെ നോക്കിയിട്ട് പുള്ളി ലൊക്കേഷൻ നോക്കിയിട്ട് ശരി കൊള്ളാം, ഒരു പുള്ളി തന്നെ ഒരു സിമിലർ ഇത് അച്ഛൻ മോൻ പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. അപ്പോൾ എനിക്ക് അപ്പോൾ അതൊക്കെ ഭയങ്കര എനിക്ക് സ്പെഷ്യലായിരുന്നു. അടുത്ത ഷെയ്ൻ നിഗം, ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്. ഞാൻ കുമ്പളങ്ങിയിൽ കടവിൽ പോയിട്ട് മറ്റേ ചുമ്മാ കിടക്കുമല്ലോ, ഒരു ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, ലഗൂൺ ചില്ല് മ്യൂസിക് പോകുന്ന സമയത്തുള്ള സീൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാനപ്പോൾ അത് കണ്ടു. അതൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ചില്ല് ചെയ്ത് കിടക്കുന്നു. പക്ഷെ അത് പുള്ളി എന്തുമാത്രം ക്യാരക്ടറിൽ നിന്ന് അത് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര ഞാൻ കണ്ടിന്യൂറ്റീനൊക്കെ പറ്റി ഞാൻ പഠിച്ചു വരുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. ഞാൻ ഫസ്റ്റ് സിനിമയുടെ ഒരു ഇതായിട്ടപ്പോൾ അവരെന്നെ അത്ര എനിക്ക് അങ്ങനത്തെ ഒരു പ്രഷറൊന്നും അതൊന്നും ബോധേഡ് ആവേണ്ട, ഫ്രീ ആയിട്ട് ചെയ്തോ എന്നുള്ള രീതിയിൽ അവരതൊന്നും അങ്ങനെ നമ്മളെ പ്രഷർ ചെയ്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് വേണ്ട ഒരു സാധനം, പെർഫോമൻസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നോക്കിയപ്പോൾ ഷെയ്ൻ ഒരു ടേക്കിൽ ഭയങ്കര ഡീപ്പ് ഇൻ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. സെക്കൻഡ് ടേക്കിൽ അതുപോലെ തന്നെ അത് ടു ദ ഡോട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര ശരിക്കും ഷെയ്ൻ പെർഫോം ചെയ്യണ കാണുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കാണുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിപൊളി അത് കണ്ടുകൊണ്ടിരിക്കാൻ. സോ ബ്രില്യൻ പെർഫോമറാണ്. അപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് എന്തെങ്കിലും അത്രയും ആ ഒരു ഇന്റൻസിറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റണം. സൗബിക, എനിക്ക് സൗബിക്കയുടെ ചിരി ഭയങ്കര ഇഷ്ടം. സൗബിക്കനെ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സൗബിക ഒരു ഇമോഷണൽ സീനാണോ ദേഷ്യപ്പെടുന്ന സീനാണോ ഏത് സീനാണെങ്കിലും അതിനെ ആക്ഷൻ വിളിക്കുന്നതിന് ഒരു 10 സെക്കൻഡ് മുമ്പ് വരെ എന്തെങ്കിലും കോമഡിയോ എന്തെങ്കിലും ഒരു സാരത്തിൽ ഭയങ്കര ഓണായിട്ട് നിൽക്കുന്ന ആളായിരിക്കും. പെട്ടെന്ന് വീട്ടിലായിട്ട്
കയറും. അത് ഭയങ്കര അമേസിങ് ആണ് കാണാൻ. അപ്പോൾ പിന്നെ ചില സീനുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസം കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര. പിന്നെ ഭയങ്കര ഇതാട്ടോ, നമ്മളങ്ങനെ ആരെയും വെറുതെ ഒന്നും വരത്തില്ല. സബിക്ക് വന്ന് എല്ലാവരും ചിരിപ്പിക്കുകയും ഭയങ്കര ഹാപ്പി ആക്കി വെക്കുന്ന ഒരു ഹാപ്പി മനുഷ്യനാണ്. ഭയങ്കര ഹാപ്പി മനുഷ്യൻ. ഒരാളും കൂടി ഉണ്ട്, ഫാഫ. അയ്യോ, ഇംപ്രോവൈസിങ് ഉണ്ട്, ഭയങ്കര രസമുള്ള ഇംപ്രോവൈസിങ്. അതിൽ എനിക്ക് നോർമൽ നമ്മളിപ്പോൾ ഒരു സീൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഇംപ്രോവൈസിങ് ഉണ്ട്. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവർക്കും കോമൺലി തലയിൽ വരാവുന്ന ഒരു സെറ്റ് ഓഫ് ഇംപ്രോവൈസിങ് ഉണ്ടാവും. പുള്ളി അതൊന്നും അല്ലാണ്ട് കുറച്ചും കൂടെ ഒരു ആരും പ്രതീക്ഷിക്കാതെ ഭയങ്കര ക്വർക്കി ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുമ്പളങ്ങിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷമ്മി എന്നുള്ള ക്യാരക്ടർ, അപ്പോൾ പുള്ളി ആരും പ്രതീക്ഷിക്കാത്ത തരം ഡീറ്റെയിലിങ്ങും വേറൊരു സെറ്റ് ഓഫ് ക്വർക്കി ആയിട്ടൊക്കെ ഉള്ള കുറച്ച് ഇംപ്രോവൈസേഷൻ ഈ വിത്തിൻ ദ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര അതാണെന്ന് തോന്നുന്നു. ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാന്നൊക്കെ എല്ലാവരും പറയുക, അല്ലെങ്കിൽ വാവ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഫാക്ടർ. അപ്പൊ അത് ഭയങ്കര രസമാണ്. അത് അവിടുന്ന് ചെയ്യുന്നതാണോ ചെയ്തു വരുന്നതാണോ ഒരു ഐഡിയ ഇല്ല. അതാണ് പുള്ളിയുടെ പ്രോസസ് എന്നുള്ളത് അത്രയും എനിക്ക് തോന്നുന്നുള്ള കാണിച്ചിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഓൾറെഡി ആ മൂഡിലാണ്. അതെ അതെ അതെ. കുമ്പളങ്ങി നൈറ്റ്സ് റീവാച്ച് ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഡൗൺ ആവുമ്പോഴോ നല്ലൊരു സ്പെഷ്യൽ ഫിലിമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ആ മെമ്മറീസും എനിക്ക് അങ്ങനെ കണക്റ്റ് ആവുന്നത്. റാദർ ദാൻ ദ ഫിലിം അടിപൊളിയാണ് എന്നുള്ളതിനേക്കാളും എനിക്ക് ആ ഒരു സീൻ കാണുമ്പോഴൊക്കെ ആ സമയത്ത് ആ ഷൂട്ടിലുണ്ടായിരുന്ന മൊമെൻറ്റും ടൈമും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. എഞ്ചിനീയർ ആയ അച്ഛൻ, മാത്സ് ടീച്ചറായ അമ്മ, ആക്ടർ മകനോട് മാത്യുവിനോട് എന്താ പറയാറ്? അവര് ഹാപ്പിയാണോ? ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി അല്ലാത്ത സമയം ഉണ്ടായിരുന്നു? ഹാപ്പി അല്ലായിക എന്നുള്ളതല്ല, ഹാപ്പിയാണ് ഓൾവേസ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തുടക്കം ഇതൊരു കരിയർ ആവുന്നതിനോട് അത്ര അറിയില്ലായിരുന്നു. ബേസിക്കലി നമ്മളാരും ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഈവൻ ഡിസ്റ്റന്റ് കസിൻസിൽ പോലും ആരും സിനിമ ചെയ്യുന്നവരൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തന്നെ എന്നുള്ള വെക്കേഷൻ ആയിരുന്നു ആദ്യം കുമ്പളങ്ങിയുടെ ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് മാറി സ്കൂൾ സമയത്താണ് വന്നത്. പക്ഷെ അപ്പം അന്ന് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ അതിന് വിട്ടു. തണ്ണീർമ്പോൾ തന്നെ അവർ നോക്കിയപ്പോൾ ശരി, ഇത് കഴിഞ്ഞ് വന്നൊരു സാധനമല്ലേ. അപ്പോൾ അവർ ഞാനും വിചാരിക്കുന്നില്ല ഇത് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നുള്ളത്. ടച്ചോട്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് സിനിമകൾ. അപ്പോൾ അമ്മയ്ക്ക് +2 തണ്ണീർമത്തം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പരിപാടി പിടിക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ, കോളേജ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, ഡിഗ്രി എടുക്കണം. കോവിഡ് ടൈമിൽ. അപ്പോൾ ഞാൻ കോളേജ് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലായിരുന്നു, ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനെ പോയി. കോവിഡ് മാറി ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് സിനിമയുള്ളപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് മുന്നോട്ട് പറ്റില്ല. രണ്ടും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യണം. അപ്പം ഞാൻ ആലോചിച്ചു വെറുതെ അവിടെ പോകണമില്ല, ഒന്നും ചെയ്യണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഡിഗ്രി എടുക്കുന്നത്. അപ്പം ഞാനത് പതുക്കെ ചെന്ന് അപ്പം അമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി പിന്നെ അതും ചെയ്യില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ വാസ് ഫൈൻ. അച്ഛൻ ഓൾറെഡി മനസ്സിലായി ഇവരെ അത് ഇങ്ങനെ. അതെ. അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാൻ ഓൺലൈൻ എടുക്കുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഒന്ന് സെറ്റാക്കാന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഡിസ്റ്റൻറ്റ് കോഴ്സിന് പറഞ്ഞു ചേർന്നു. അത് പിന്നെ അങ്ങനെ ഡിസ്റ്റൻറ്റ് ആയി പോയി. അത് പിന്നെ അമ്മ ചോദിച്ചിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, അമ്മയ്ക്ക് അറിയാം, പ്രശ്നമില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണോ ആക്ച്വലി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. ഭയങ്കര ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനാണ്. ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്നൊക്കെ. സിനിമയാണ് നമ്മൾ. അതെ അതെ അതെ. അത് കാരണം കുറേ അല്ലാത്ത കാര്യങ്ങളും പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിയോ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ജാവലിൻ ഒന്നും അറിയില്ലായിരുന്നു. അടിപൊളിയൊന്നല്ല, എന്നാലത് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സാധനം, ഇങ്ങനെയൊക്കെ ചെയ്താലാണെന്ന് തന്നെ അങ്ങനെ ജാവലിനെ പറ്റി കുറച്ച് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. ആക്ഷൻ പഠിച്ചായിരുന്നു അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ആക്ഷൻ അങ്ങനെ പഠിക്കേണ്ടതില്ല. ഇല്ല, ഞാനും നൗഫ്ലിക്കൊക്കെ ചേർന്ന് ആ സമയത്ത് കിട്ടുന്ന ഒരു പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് പിടിച്ചു പോകുന്നതായിരുന്നു. മാൻഡ്രസം വിത്തിൻ. പിന്നെ ശ്യാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ആയാലും അതിനൊരു ഐഡിയ നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പിടിച്ചു നമ്മൾ. ആക്ഷൻ കലയാണ് ചെയ്തത്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ്സ് ടു കലയാണ്. അപ്പോൾ ഇപ്പോൾ ഈവൻസേ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അതും ഈ നൗഫലിക്ക പെർഫോമൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്ന പോലെയാണ്. കല ഒരു
സംഭവം കുറച്ച് പാടായിരുന്നു. അപ്പം ഇങ്ങനെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് കറങ്ങി ചാടുന്ന ഒരു പരിപാടി. അപ്പം സമ്മർ സോൾട്ടോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ അത് ചെരിഞ്ഞ് ചാടുന്ന ഒരു പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം കല ഇത് പറഞ്ഞ പോലെ എന്നാൽ ഒരു കാര്യം നമുക്കത് കുറച്ച് ഇതാക്കി സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തല്ലോ, എന്നാൽ ഒന്ന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി. അങ്ങനെ കല ഫുള്ള് ചേച്ചു കൊണ്ടുവന്നു. അപ്പം അങ്ങനത്തെ ഒരു മാസ്റ്ററൊക്കെ അല്ലേ. നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അന്ന് എളുപ്പമാക്കി തന്നിട്ട് പതുക്കെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ കെൽപ്പുള്ള ആളാക്കും. അപ്പോൾ അങ്ങനെ കലയെ ഭയങ്കര എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ചെയ്ത്. പിന്നെ ഓൾസോ മാർക്കൊക്കെ ചെയ്ത് കല കേട്ടോ. അപ്പോൾ കല എനിക്ക് വേറൊരു ഗുണം ചോദിച്ചു, ഭയങ്കര കഥയിൽ ഇൻവോൾവ് ആയിട്ടാണ് ആക്ഷന് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. റാദർ ദാൻ വന്ന് ഒരു 10 പേര് അടിച്ചിടുന്നതിന് പകരം എന്താണോ എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ടാണ് കല കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. സൂപ്പർ. മാത്യു ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യനായിട്ടാണ് സിനിമയിലേക്ക് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഫുട്ബോൾ ഫോളോവറും ഫാനും സൂപ്പർ ലീഗ് മലപ്പുറത്തുമായിട്ട് പടം പ്രൊമോട്ട് ചെയ്യാൻ പോകും. മലപ്പുറം ടീം എങ്ങനെയുണ്ട്? മലപ്പുറം അടിപൊളിയാണ്, സീനാണ്. നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോ എന്താ പറയാ, നമ്മളവിടെ ഇരിക്കുമ്പോ ആ എനർജി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഞാൻ പോയി ഫസ്റ്റ് കണ്ട കളി എന്ന് പറയുന്നത് മലപ്പുറം കാലിക്കട്ട് കളിയാണ്. മഴ പെയ്ത സമയത്ത് എൽ ക്ലാസിക്കോ ഓഫ് ഇതാണ്, കോഴിക്കോടും മലപ്പുറവും. രണ്ട് ടീമും കട്ടക്ക് സീനുമാണ്. അപ്പോൾ അത് അമ്മാതിരി എനർജി. അത് 3-3 അവസാനിച്ച കളി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ ആ ഒരു എക്സ്പെക്ട്. സുധാനിയിലൊരു ഡയലോഗ് പറയുമല്ലോ സൗവിക്ക, നമുക്ക് എന്താ എത്രയൊക്കെ നമ്മൾ ഡൗൺ ആയിട്ട് എത്രയൊക്കെ ഡൗൺ ആയിട്ട് അവർ നമ്മുടെ ടീം നിൽക്കണമെങ്കിലും ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് കളി കാണാം, അത് സമനിലയെങ്കിലും ആവുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളൊരു ഡയലോഗ്. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ. ഒരു മലപ്പുറത്തിന് വേണ്ടിയിട്ടാണ് മാത്യു പോണത്. തിരിച്ചു പോന്നാലോ എന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ നിന്ന് അവസാനം 3-3 പോകുന്നത്. ആ മാച്ചിലാണ് മഴ പെയ്തതും 20,000 പീപ്പിൾ. എനിക്കൊന്ന് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി 10,000 ആണ്. 20,000 പീപ്പിൾ അതേർ. അപ്പൊ അത് മഴ പെയ്തപ്പോ ഒരാള് പോലും ചെറുതായിട്ട് അനങ്ങില്ല. ലിറ്ററലി ഇപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്, മെയിൻ ക്രൗഡ് ഇരിക്കുന്നത് എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. എനിക്ക് കാണാം അവിടെ 20,000 പേര് ഭയങ്കര സ്റ്റഡി ആയിട്ട് അനങ്ങാണ്ട് ഭയങ്കര ബഹളത്തിൽ എൻജോയ് ചെയ്ത് കളി. സത്യമായിട്ട് പ്രോപ്പറാണ് മാഡം, സീനാണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ഉറപ്പായിട്ടും അത് ഏത് മലയാളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഭയങ്കര എന്താ. ഫസ്റ്റ് 2 സീസണൊക്കെ എനിക്ക് ഫസ്റ്റ് സീസണൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പൊ തോറ്റു. സെക്കൻഡ് സീസൺ കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ 3rd സീസൺ വന്നപ്പോൾ വീണ്ടും നമുക്ക് നല്ല ആരൻ ഹ്യൂഗ്സും ഒക്കെ വന്നിട്ട് സീനായിരുന്നു ആ സീസണും. അതും ലാസ്റ്റ് എത്തിയപ്പോൾ നല്ല ടീമായിരുന്നു ആക്ച്വലി. അതാണ് വീണ്ടും മറ്റേ കൊൽക്കട്ടയായിട്ട് കപ്പടിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. ഈ പടങ്ങൾ എങ്ങനെ കരിയറിനെ ഇമ്പാക്ട് ചെയ്തെന്ന് പറയണം. തണ്ണീർമത്തൻ ദിനങ്ങൾ എനിക്ക് തോന്നുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ കുമ്പളങ്ങി കഴിഞ്ഞിട്ട് തണ്ണീർമത്തൻ വന്നേ. തണ്ണീർമത്തനും കൂടെ വന്ന് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു പ്രോപ്പർ ഒരു എന്താ കുറേ കൂടെ സിനിമകൾ വരാൻ തുടങ്ങിയതും. ഇതല്ലെങ്കിൽ എനിക്കൊരു കരിയർ ആവുന്നത് തണ്ണീർമത്തനായി. ലിയോ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ക്യാരക്ടർ വളരെ സ്മോൾ ആണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ തണ്ണീർമത്തൻ ചെയ്ത പോലെ തന്നെയുണ്ട്. കാരണം തമിഴ്നാട്ടിൽ പോയാലും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും വിജയ് സാറിനോടുള്ള സ്നേഹം, സാറ് ആ സ്നേഹം ഉന്നവേ എനിക്ക് ഭയങ്കരമായിട്ട് റിഫ്ലക്ട്. ഞാൻ ഈ അടുത്ത് ലിയോൻ്റെ റിലീസിന് പോയായിരുന്നു ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിൽ. അവിടെ അവരുടെ പ്രിയമുടൻ ഫാൻസ് അപ്പോൾ ലിയോ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് കേരളത്തിലെ ട്രിവാൻഡ്രത്താണ്. വേറെ എങ്ങും ചെയ്തത് തമിഴ്നാട്ടിൽ പോലും ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ മറ്റേ ട്രെയിനൊക്കെ പിടിച്ചത് കാണാൻ വേണ്ടി രാവിലെ 7 മണിക്കായിരുന്നു ഷോ. അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാൻ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതിൽ എന്നിട്ട് പൊക്കിയില്ല, പക്ഷെ എന്നാലും പക്ഷെ ആ സാറിനോടുള്ള സ്നേഹം ഡെഫിനറ്റ്ലി ഞാനൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ സാറിനോടുള്ള സ്നേഹം റിഫ്ലക്റ്റ് ആവുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര അപ്പോൾ അത് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. പിന്നെ ഓൾസോ ബിക്കോസ് ഓഫ് വിജയ് സാറിനോട് അഭിനയിക്കാൻ പറ്റിയ എൻ്റെ ഒരു ഐഡിയൽ ആണ്. അപ്പോൾ യെസ്, ദാറ്റ് ഇസ് ഓൾസോ ദാറ്റ്. പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെയാണോ ലിയോയിലേക്ക് കോൾ വരുന്നത്? അത് ആയിരിക്കണം. കാരണം തണ്ണീർമത്തൻ ബേസിക്കലി വിളിക്കാനുള്ള മെയിൻ കാരണം അവർ സാറിൻ്റെ മോനായിട്ട് ഒരാൾ കാസ്റ്റ് ചെയ്തു. അപ്പോൾ സാറായിട്ട് കുറച്ച് റിസംബ്ലൻസ് വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് പറഞ്ഞൊരു സിനിമ തണ്ണീർമത്തനാണ്. അപ്പോൾ
അത് ഒരു കാരണമാണ്. അഞ്ചാം പാതിര എനിക്ക് പേഴ്സണലി എൻ്റെ തേർഡ് ഫിലിം ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ആദ്യം 2 ചെയ്ത സിനിമയിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറും കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ പ്ലേ ചെയ്യാൻ പറ്റി. ഈവൻ സേറ്റ് ഷോട്ട് അതിൻ്റെ ഇമ്പാക്ട് വാസ് ഗുഡ്. ആൾക്കാർ ആ സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു അത്. അങ്ങനെ ഓപ്പറേഷൻ ജാവ എന്താ ഭയങ്കര ഫണ്ണായിരുന്നു. ഓക്കെ, എന്നെ ബിനിച്ചേട്ടൻ ആണ് വിളിച്ചിങ്ങനെ തരുൺ എന്ന് പറഞ്ഞ ഒരാൾ, തരുൺമൂർത്തിയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ തരുൺ ആളിങ്ങനെ സിനിമയുണ്ട്, ബിനിച്ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം നീ ഇങ്ങനെ ഒരു ദിവസം മതിയുടെ നീ ഉണ്ടെങ്കിൽ നീ വാ എന്ന് പറഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ ബാലിച്ചേട്ടൻ, ലുക്കുച്ചേട്ടൻ അവരെല്ലാവരും ഉണ്ടായിരുന്നു. തരുൺ ഭയങ്കര അടിപൊളി ഡയറക്ടർ, ഐ മീൻ ഡെഫിനറ്റ്ലി അപ്പോൾ അത് ഭയങ്കര ഹാപ്പി സെറ്റ് ആയിരുന്നു. പ്രേമലു എനിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാദർ മദർ ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ ഐ മീൻ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസും ആൾക്കാരും സെക്കൻഡ് ഫിലിമിന്റെ ഡയറക്ടറും ടീമും അവർ രണ്ടുപേരും ചേർന്നൊരു സിനിമ ചെയ്യുന്നു. അപ്പൊ പിന്നെ വിളിക്കുക, അങ്ങ് ചെല്ലുക, ഹാപ്പി ആയിട്ട് ചെയ്യുക, പോരുക, അത്രേ ഉള്ളൂ. പക്ഷെ അത് അത്രയും അടിപൊളി സിനിമയുടെ ഒരു പാർട്ടാവാൻ പറ്റിയാലും എനിക്ക് ബ്ലെസ്സിങ് ഫോർ മീ. പ്രേമലു 2 അപ്ഡേറ്റ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതുവരെ ലേറ്റസ്റ്റ് അറിയാവുന്ന അപ്ഡേറ്റ് എന്താണ്? അല്ല, ബേസിക്കലി അവര് ഇപ്പൊ ഗിരീഷേട്ടൻ നിവിൻ പോളിനെയും അമിതേനെയും വെച്ചിട്ട് ഇവര് ശ്യാമേട്ടനും ദിലീഷേട്ടനും ഫാദർ കേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യുക, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അതിൻ്റെ വർക്കില് എനിക്കൊന്ന് പ്രേമലു 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ലാർജർ ഫിലിമാണ്. പ്രേമലുവിനേക്കാളും കുറച്ചും കൂടെ ലാർജർ ഫിലിം, മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഔട്ട്സൈഡ് കേരള, പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യയും ഒക്കെ ഉള്ള ഒരു കുറച്ചും കൂടെ വലിയ സിനിമയാണ്. ബിഗ്ഗർ കാസ്റ്റ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ കോർ കാസ്റ്റ് എല്ലാവരും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ അതിൻ്റെതായ ഒരു ടൈം എടുക്കും. അപ്പോൾ അവർ ചിവിനെ ഒരു അത്രയും ഹൈപ്പുള്ള ഒരു ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ചുമ്മാ എന്തെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗിരീഷേട്ടനും അങ്ങനത്തെ ഒരാളാണ്, അങ്ങനെ പ്രോപ്പർ ലിങ്ക് ചെയ്യില്ല. ഗിരീഷേട്ടൻ അതിൻ്റെ പ്രോപ്പർ പരിപാടികൾ സെറ്റാക്കിയിട്ട് ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അത് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ യു കെ ആണ്. അതെ. മാത്യുവിന്റെ അയ്യോ, എനിക്ക് എന്തോ ഇല്ല ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഒന്നും അങ്ങനെ എവിടെയും പറഞ്ഞില്ല പുള്ളി. ഇല്ല, അതെ ഒന്നും പറഞ്ഞില്ല. അതെ. ബ്രൊമാൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത സിനിമ. നമ്മളെല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ്, ബിഹൈൻഡ് ദ ക്യാമറയും ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അടിപൊളി ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോസ്റ്റ് ദ റിലീസ് ഫിലിമിന് ഒരു മിക്സ്ഡ് റിവ്യൂ ആണ്. എന്താ, ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് തമ്മിലൊരു ക്ലാഷൊക്കെ ആയി. പിന്നെ പറഞ്ഞ പോലെ ചെയ്ത ക്യാരക്ടറിന് കുറച്ചധികം ട്രോൾസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. അതെ. അപ്പൊ അത് എന്താ പറയാ, ഒരു കരിയറിൽ ഉണ്ടാവേണ്ട ഒരു മൂമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഒരു അങ്ങനെയല്ല, അതൊരു വന്നു ഒരു ഡൗൺ ഫോളോ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് വന്നു. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് മനസ്സിലായി. എന്ത് വേണമെങ്കിലും എപ്പോഴുള്ള സംഭവിക്കാം. പക്ഷെ അത് റെസ്പെക്ട് ഓഫ് എന്ത് നടന്നാലും നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യുക, മുന്നോട്ട് പോവുക. ഇവർക്ക് എന്ത് സമ്മാനം കൊടുക്കുന്നതാണ്? ഏതായാലും ഇനിയിപ്പോ 2 മാസമുള്ളൂ, ന്യൂ ഇയർ വരാൻ പോകുന്നു. അവരെ അറിഞ്ഞു വേണം നമ്മൾ സമ്മാനം കൊടുക്കാൻ. നെസ്ലിന് എനിക്ക് തോന്നുന്നു അവന് ഏറ്റവും ഇഷ്ടം കാർ ഒക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു അവന് ഇഷ്ടപ്പെട്ട ഒരു കാറൊക്കെ സമ്മാനമായിട്ട് കൊടുക്കും. കാരണം അവൻ വണ്ടി എടുക്കുമ്പോഴൊക്കെ ആയാലും ഇപ്പൊ അവൻ എടുത്ത വണ്ടി സൂപ്പർബ്, അവൻ യൂസ് ചെയ്യുന്ന സൂപ്പർബ്. അപ്പോൾ അവൻ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറോളം ഭയങ്കര നോക്കി ആ സമയത്ത് അവൻ എന്താണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് ഭയങ്കര ടൈം എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പല വണ്ടികളൊക്കെ നോക്കിയിട്ടാണ് അവൻ സൂപ്പർബിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാർ ലവറാണ് ആക്ച്വലി അവൻ. കാർ കൊടുക്കും? ഇല്ല, അവന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല കാർ, പോർഷയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഗിരീഷ് ആലോചിച്ച് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഗ്ലാസ് കണ്ണാടി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും, ഷെയ്ഡ്സ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ ആക്ച്വലി. ഗിരീഷ് ഷെയ്ഡ്സ് വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നല്ല ഏതെങ്കിലും ഒരു ഷെയ്ഡ്സ് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം. ദിലീഷ് പോത്തിന് എന്ത് കൊടുക്കും? അയ്യോ, എൻ്റെ അമ്മേ, ഞാനൊന്നും കൊടുക്കാറായിട്ടില്ല. അയ്യോ, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ഫുഡൊക്കെ എവിടെ കൊണ്ടുപോകും? എറണാകുളത്ത് കൊണ്ടുപോകണമെങ്കിൽ? അല്ല, അങ്ങനെ എറണാകുളം അല്ലാണ്ട് എന്തെങ്കിലും മറ്റേ പ്രോപ്പർ ഒത്തന്റിക് സാധനമൊക്കെ കിട്ടുന്ന എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ. എനിക്ക് തോന്നുന്നത് ഫുഡീസ് ആണ് എന്നുവെച്ചാൽ ഭയങ്കര നല്ല അങ്ങനെ നോക്കിപ്പോയി കഴിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ശ്യാമേട്ടനായാലും ഒക്കെ ഭയങ്കര പ്രോപ്പർ ഫുഡ് അന്വേഷിച്ചൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നല്ല സ്ഥലത്തൊക്കെ കൊണ്ടുവരും ഫുഡ്. മമിതയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ
കിട്ടി, നല്ല കിട്ടി, നല്ല കിട്ടി. ഇല്ല, മമതയ്ക്ക് എന്താ കൊടുക്കുക? മമതയ്ക്ക് ഷൂ. മമത ഡാൻസറാണല്ലോ, അപ്പോൾ ഡാൻസേഴ്സിന് എനിക്ക് തോന്നുന്നു ഷൂസ് ഒക്കെ ഭയങ്കര, സ്നീക്കേഴ്സ് ഭയങ്കര കളക്ഷൻ ഉണ്ട്. അറിയില്ല എനിക്ക്, പക്ഷെ മമിത ഒരു ഡാൻസറാണ്, ഭയങ്കര പ്രോപ്പർ. അപ്പാർട്ട് ഫ്രം സിനിമ ഓൾസോ എനിക്ക് മമിത ഭയങ്കരമായിട്ട് ഡാൻസ് ഇഷ്ടപ്പെടുന്നേയും നമുക്കറിയാം. സ്ക്രീനിലൊക്കെ കളിക്കുമ്പോൾ ഡൂഡ് ഞാൻ പടം കണ്ടപ്പോഴായാലും മമിതയുടെ ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം കോളേജിലൊക്കെ എടുത്ത് വന്നപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര. അപ്പം എനിക്ക് തോന്നുന്നത് അപ്പം മമിത ഷൂ ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഭയങ്കര പ്രോപ്പർ അടിപൊളിയായിരുന്നു ആ സ്നീക്കർ. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല സ്നീക്കർ മേടിച്ചു കൊടുക്കാം. നമ്മൾ ചെറുപ്പത്തിലെ സിനിമയിൽ ഇറങ്ങുമ്പോൾ എല്ലാം പഠിക്കും നമ്മൾ. അതെ അതെ. അപ്പോൾ ഫ്യൂച്ചറിൽ ഡയറക്ഷൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അറിയില്ല, ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള. ക്യൂരിയസ് ആണ് കേട്ടോ. അപ്പം അതിപ്പോൾ ഞാൻ എനിക്ക് ഓൾസോ എനിക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ, എന്ത് പൊട്ടത്തരം ചോദിച്ചാലും പറഞ്ഞ് അന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കളിയാക്കാണ്ട് പറഞ്ഞ് തന്നെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ചമ്മനൊക്കെ ആയാലും, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കുമ്പളങ്ങിയിൽ സെറ്റിൽ ആയാലും ഞാൻ ചുമ്മാ പോയി ക്യാമറയുടെ പുറകെ നിൽക്കുമ്പോൾ ഒന്നും ആരും എന്നെ പിടിച്ച് മാറ്റാനൊന്നും നിന്നിട്ടില്ല. ഷൈജുക്കെ ആയാലും ഷാമേട്ടനൊക്കെ ആയാലും അവിടെ ആ സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ്, എന്താ അവിടെ നടക്കുന്നത്, എന്തിൻ്റെ മുകളിൽ ഇത് എടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഏതാ ട്രാക്ക് ഏതാ, ജിബ് അതിൻ്റെ ഓപ്പറേഷനൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റ് നടക്കുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ആ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ക്യൂരിയസാണ്. ഹോപ്പ്ഫുള്ളി ക്യൂരിയോസിറ്റി എവിടെയെങ്കിലും അറിയില്ല. ഓൾ ദി ബെസ്റ്റ് മാത്യു. യെസ്, താങ്ക് യു. ഇനി ഇതുപോലെ പൊളി പടങ്ങൾ, സൂപ്പർ ഹിറ്റ് പടങ്ങൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്.